കഴിഞ്ഞ 5 വർഷം UDF പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെക്കുറിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അഴിമതിയുടെ കേന്ദ്രമാണ്. എല്ലാ പ്രവൃത്തികളും സർക്കാർ ഊരാളുങ്കലിലാണ് നൽകുന്നത്. എന്തിനാണ് പ്രവൃത്തികൾ ഊരാളുങ്കലിന് നൽകുന്നത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. CPM-ന് പണമുണ്ടാക്കാനുള്ള സ്ഥാപനമായി ഊരാളുങ്കൽ മാറിയിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് എല്ലാ നേതാക്കളും ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തന്നെ ഇക്കാര്യം പല ഇടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അവർക്ക് വഴിവിട്ട് കേരളത്തിലെ പ്രവർത്തികൾ കൊടുക്കുകയാണ്. ശാസ്ത്രീയമായ ഗവേഷണം നടത്തി കേരളത്തിൽ അഴിമതി നടത്തുമ്പോൾ ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഊരാളുങ്കലിലെ ലാഭവും ഊരാളുങ്കലിലെ കമ്മീഷനും ഒക്കെ പോകുന്നത് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ്. കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുകയാണ്. ഇപ്പോൾ ഇതാ വീണ്ടും U-ടേൺ അടിച്ചിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ സഭയിൽ പറഞ്ഞ മറുപടിയുണ്ട്. ആ മറുപടി ചെന്ന് തറക്കുന്നത് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന VD സതീശന് തന്നെയാണ്. VD സതീശന്റെ മുഖത്ത് നോക്കിയാണ് PK ബഷീർ പറഞ്ഞത്, ഊരാളുങ്കൽ കേരളത്തിലെ തന്നെ മികച്ച കമ്പനികളിൽ ഒന്നാണ്. അനധികൃതമായി ഊരാളുങ്കലിന് സർക്കാർ ഒന്നും നൽകിയിട്ടില്ല. ഊരാളുങ്കലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗുണനിലവാരം പുലർത്തുന്നതാണ്. പോരെ പൂരം. കേൾക്കാം ആ വാക്കുകൾ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സർ, വിവിധ സർക്കാർ ഉത്തരവ് പ്രകാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ടെൻഡർ മുഖാന്തരം പ്രവൃത്തികൾ നൽകുന്നതിന് മുൻഗണന നിലവിലുണ്ട്. സഹകരണ വകുപ്പിൻ്റെ GOMS 13/11/97 പ്രകാരവും GOMS PWD 19/3/2004 പ്രകാരവും മറ്റ് കരാറുകാർക്ക് കോട്ട് ചെയ്ത തുകയിൽ നിന്ന് 10% കൂടിയ നിരക്ക് മാത്രമാണെങ്കിൽ സൊസൈറ്റി കോട്ട് ചെയ്ത തുകയ്ക്ക് പ്രവൃത്തി അനുവദിക്കാവുന്നതാണ്. മാത്രമല്ല, സഹകരണ വകുപ്പിൻ്റെ ആദ്യ ഉത്തരവ് പ്രകാരവും തുടർന്ന് GORT നമ്പർ 162/2001 പ്രകാരവും സൊസൈറ്റികൾക്ക് പ്രവൃത്തികളിൽ പങ്കെടുക്കുമ്പോൾ EMD അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, പെർഫോമൻസ് ഗ്യാരണ്ടി എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. സഹകരണ വകുപ്പിൻ്റെ GOMS 2/8/2008 പ്രകാരം സൊസൈറ്റിക്ക് ഏത് തുകയിലുള്ള പ്രവൃത്തിയും ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിൻ്റെ കീഴിൽ മോർത്ത് SBD പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല. എന്നാൽ പൊതുമരാമത്ത് സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ദേശീയപാത പ്രവൃത്തികളിൽ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവുകൾ ബാധകമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SBD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. നിയമസഭയിൽ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് PK ബഷീർ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. PK ബഷീർ പറയുന്നത് മറ്റാരോടുമല്ല, UDF-ന്റെ നേതാക്കളോടാണ്. അതിനേക്കാളും അപ്പുറത്ത് മുഖ്യമന്ത്രിയോടാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലാണ് ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഊരാളുങ്കലിനെതിരെ, CPM-നെതിരെ. അതെല്ലാം വെറുതെ പറഞ്ഞതെല്ലാം നുണയായിരുന്നുവെന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുന്നു. വെറുതെയല്ല VD സതീശൻ എന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതെല്ലാം വസ്തുതാവിരുദ്ധമാണ് എന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് PK ബഷീർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിയമസഭയിലെ മറുപടി. പക്ഷേ ഈ സമയത്ത് സഭയിലുണ്ട് VD സതീശൻ, പക്ഷേ ഒരക്ഷരം മിണ്ടിയില്ല. കാരണം പറയുന്നത് വസ്തുതയാണ്. വസ്തുതയായിട്ടല്ലേ പറയാൻ പറ്റൂ, മാറ്റി പറയാൻ കഴിയില്ലല്ലോ. അത് നിയമസഭയിൽ. പുറത്ത് മാധ്യമങ്ങളോട് എന്തും തട്ടിവിടാം. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാം എന്നാണ് മന്ത്രി KM ഷാജി പറഞ്ഞത്. മന്ത്രിയായിരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറഞ്ഞു, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി. ഇപ്പോഴിതാ അതെല്ലാം തെറ്റാണ് എന്ന് തെളിയുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്നേ VD സതീശനെ നുണേശൻ എന്ന് CPIM സൈബർ വിഭാഗം വിളിച്ചത്.